ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സായ് യോങ്മിങ്ങിൻ്റെ ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. 1955 യോങ്മിങ് ജനിക്കുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചൈനീസ് പോയറ്റാണ്, എസ്സേയിസ്റ്റ് ആണ്, അതുപോലെ തന്നെ സ്ക്രീൻ റൈറ്ററും കൂടിയാണ്. ഒരു ഫെമിനിസ്റ്റ് പോയറ്റ് എന്നുള്ള നിലയിലാണ് അവർ കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിമിൻ, പ്ലെയിൻ സോങ് ഇൻ ദ ഡാർക്ക് നൈറ്റ്, കളക്റ്റഡ് പോയംസ് ബൈ സായ് യോങ്മിങ്, അതുപോലെ തന്നെ ദ മോസ്റ്റ് ടാക്ട്ഫുൾ വേർഡ്സ്. ഇനി നമുക്ക് സമ്മറിയിലോട്ട് പോകാം. ഈ ഒരു പോയത്തിൽ ബ്രൂം സിംബലൈസ് ചെയ്യുന്നത് ഒരു വെപ്പണായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ടൂളായിട്ടാണ്. എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഈ ഒരു ബ്രൂം സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ്റെയും സോഷ്യൽ ചേഞ്ചിൻ്റെയും ഒക്കെ സിംബലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ബ്രൂം അല്ലെങ്കിൽ നമ്മുടെ ചൂല് വരുന്നുണ്ട്. ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിലുള്ള ആ ഒരു ലേഡി പറയുന്നുണ്ട്, എന്താണ്, ഐ ഹാവ് എ ബ്രൂം എന്നുള്ളത്. അവർക്ക് എന്തുണ്ട്, ഒരു ചൂലുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വെപ്പൺ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള ടൂള് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുന്നതിലൂടെ അവർ മീൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തുണ്ട്, ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് കിട്ടുന്നുണ്ട്, അവർക്ക് ഫ്രഷ് എയർ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്, അത് ലഭിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. ആ ഒരു ലേഡി വർക്ക് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് നെയ്ബേഴ്സിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെഡിക്കുലസ് ആയിട്ടുള്ള സംസാരങ്ങളോ ബിഹേവിയറോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ ഒബ്സ്ട്രക്ഷൻസിനെ ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അവളുടെ ബ്രൂം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രീറ്റിലൊക്കെയുള്ള ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ വേസ്റ്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ആക്കുന്നുണ്ട്. ആ ഒരു അവളുടെ ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ വേസ്റ്റ് ക്ലീൻ ആക്കാൻ വേണ്ടി അവൾക്ക് സാധിക്കുന്നുണ്ട്. ആ വേസ്റ്റ് മാത്രമല്ല, അതുപോലെ തന്നെ ആളുകളുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെയും അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്, ക്ലീൻ ആക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. മൈൻഡിലുള്ള വേസ്റ്റും അവൾക്ക് ക്ലീൻ ആക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവളുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സ് ധരിച്ചിട്ട് മിററിലോട്ട് നോക്കുന്ന സമയത്ത് അവൾക്ക് അവളുടെ അമ്മയുടെ കണ്ണുകളിലെ ആ ഒരു സൗമ്യത അവൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ട്രീറ്റിലേക്കും അതുപോലെ തന്നെ കളർ ബിൽ ബോർഡിലേക്കും ഒക്കെ അവൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇനി ഒരു അനിശ്ചിതത്വത്തോടുകൂടി നോക്കേണ്ട ആവശ്യം അവൾക്കിനി ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പം അവൾക്ക് എന്താണ്, ഒരു ജോലിയും അതിന് വേണ്ട ആയുധവും ഒക്കെ അവളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട ആ ഒരു ടൂളും ഒക്കെ അവളുടെ കയ്യിൽ ഉണ്ട്. അപ്പം അമ്മയുടെ നെറ്റിയിലുണ്ടായിട്ടുള്ള ആ ഒരു പെയിനിന്റെ പ്രതീകമായിട്ടുള്ള ചുളിവുകളൊക്കെ ഇവൾക്ക് ഇപ്പം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇവൾക്ക് തുടച്ചു മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് പറയാണ്. അമ്മയുടെ ബ്ലെസ്സിങ്സോടുകൂടി അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ചൂലും ചുഴറ്റി നടക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവളുടെ ആ ഒരു ടൂളും ചുഴറ്റി നടക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, അവളുടെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാണ്, ഒരു മോർണിംഗ് ബ്രീസിനെ അവൾ ഗ്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അപ്പം അവളുടെ ആ ഒരു പുറകിൽ നോക്കുന്ന സമയത്ത് ഒരു ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് തന്നെ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നും കൂടെ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റർ ഇവിടെ പോയം അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഐഡന്റിറ്റിയും പവറും പേഴ്സണൽ ഏജൻസിയും ഒക്കെയാണ് മെയിനായിട്ട് തീമായിട്ട് വരുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ഒരു പോയത്തിൻ്റെ വളരെ ചുരുങ്ങിയൊരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.